പുതുക്കൈ മുച്ചിലോട്ട് പെരിങ്കളിയാട്ടത്തിന്റെ അന്നദാനത്തിലേക്കുള്ള ജൈവ പച്ചക്കറിയുടെ ഒന്നാംഘട്ട വിളവെടുപ്പ് നടന്നു. അടുക്കത്തുപറമ്പ് കക്കാട്ടുമടം കോവിലകം വയലിൽ നടന്ന വിളവെടുപ്പ് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. 19 സംവത്സരങ്ങൾക്ക് ശേഷമാണ് പുതുക്കൈ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരിങ്കളിയാട്ടത്തിനുള്ള പെരുമ്പറ മുഴങ്ങുന്നത്. ഫെബ്രുവരി 8 മുതൽ 11 വരെ നടക്കുന്ന പെരിങ്കളിയാട്ടത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തിലേക്കായി വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ ജൈവ പച്ചക്കറി കൃഷി ചെയ്തു വരുന്നുണ്ട്. അടുക്കത്തുപറമ്പ് കക്കാട്ടുമടം കോവിലകം വക വയലിൽ വെച്ച് നടന്ന ഒന്നാംഘട്ട വിളവെടുപ്പിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ നിർവഹിച്ചു. ഈ വരുന്ന ഫെബ്രുവരി 8 മുതൽ പുതുക്കൈ മുച്ചിലോട്ട് നടക്കുന്ന പെരിങ്കളിയാട്ട മഹോത്സവത്തിൻ്റെ സദ്യ ഒരുക്കുന്നതിനുള്ള വിഭവ സമാഹരണത്തിൻ്റെ ഭാഗമായി അടുക്കത്തുപറമ്പ് ഏരിയ കമ്മിറ്റി നടത്തിയിട്ടുള്ള പച്ചക്കറി വിളവെടുപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടുത്തെ മാതൃസമിതിയും അതുപോലെ എല്ലാ നാട്ടുകാരും ഒരുമിച്ച് ചേർന്നു എന്നുള്ളതാണ് ഈ ഒരു കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ഉത്സവം എങ്ങനെയാണ് ജനകീയമാക്കി മാറ്റുക എന്നുള്ളത് ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. ഇവിടെ നമ്മുടെ കക്കാട്ട് കോവിലകത്തിൻ്റെ സ്ഥലമാണ്. അതിവിടെ സൗജന്യമായി അനുവദിക്കുകയും ഇവിടുത്തെ എല്ലാ നാട്ടുകാരും ചേർന്നുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം, കാരണം പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ അതിനിടയിൽ ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും അതിനെ പരിചരിച്ച് നല്ല രൂപത്തിലുള്ള വിളവുണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം ചിറപ്പുറം പുതുക്കൈ സ്കൂൾ റോഡിൽ നിന്നും മുച്ചിലോട്ടേക്ക് നിർമ്മിച്ച ടാറിംഗ് റോഡിന്റെ ഉദ്ഘാടനവും ചെയർപേഴ്സൺ നിർവഹിച്ചു. ചടങ്ങിൽ മടിക്കൈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V പ്രകാശൻ, കോവിലകം അധികാരി മഹാപ്രഭ തമ്പുരാട്ടി, ആഘോഷ കമ്മിറ്റി ചെയർമാൻ പാട്ടത്തിൽ നാരായണൻ നായർ, വർക്കിംഗ് ചെയർമാൻ KV ദിനേശൻ, ജനറൽ കൺവീനർ V കൃഷ്ണൻ, ട്രഷറർ MV വിജയൻ, കൺവീനർമാരായ സതീശൻ വരദായിനി, ദിലീപ് കൃഷ്ണൻ, V രാജൻ, ക്ഷേത്രം മാതൃസമിതി സെക്രട്ടറി KV ജയശ്രീ തുടങ്ങി ആഘോഷ കമ്മിറ്റികളുടെയും ക്ഷേത്ര കമ്മിറ്റികളുടെയും വിവിധ ഭാരവാഹികൾ, ക്ഷേത്രം കോയ്മമാർ, ആചാരസ്ഥാനികർ, ക്ഷേത്രം ബാല്യക്കാർ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ജൈവ പച്ചക്കറി കൃഷിയുടെ രണ്ടാംഘട്ട വിളവെടുപ്പ് ജനുവരി 12 ഞായറാഴ്ച വൈനിങ്ങാൽ വയലിൽ വെച്ച് നടക്കും. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.